ഇത്തവണത്തെ ഞങ്ങളെ ആനിവേഴ്സറിക്ക് ഈ ഒരു മുതലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ടേൺസ് റിയലി ഗുഡ്. എന്താ പറയുക, അമേസിങ് എന്ന് പറഞ്ഞാൽ റിയലി അമേസിങ്. പെരി പെരി മന്തി ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സ്റ്റൈലിലുള്ളൊരു മന്തി ഞങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാം. വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് കണ്ടോളി. ആദ്യം തന്നെ ആ ഒരു പൗഡേഴ്സും സംഭവങ്ങളൊക്കെ കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ജാറിലേക്ക് തക്കാളി, ഉള്ളി, മല്ലിയില, പുതിനില ഈ ഇട്ട സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് ജാറിൽ അങ്ങോട്ട് കറക്കിയെടുത്തോളി കേട്ടോ. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചുള്ള ഈ പൗഡറും കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും ക്യൂബും കുറച്ച് റെഡ് ഫുഡ് കളർ ഞാൻ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാത്തൊരു സാധനമാണ്. പക്ഷേ ഈ മന്തിയുടെ ഭംഗി കിട്ടണമെങ്കിൽ ആ ഒരു കളറും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അതെല്ലാം കൂടി ഈ ചിക്കനിലും അങ്ങോട്ട് മസാല തേച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് റൈസ് നല്ലപോലെ തിളപ്പിച്ച് ഓവർ കുക്കാവാതെ ഊറ്റിയെടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള അതേ പാനിലേക്ക് ക്യാപ്സിക്കും, ക്യൂബും, ലെമണും എല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പെരി പെരി ചിക്കൻ ആവണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് മസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ്റെ മേലെ ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ അടിപൊളി പെരി പെരി ചിക്കൻ മന്തി റെഡി ആയിട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റൈല്. അപ്പോൾ ഓക്കെ, ബൈ.